ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി വിശേഷാൽ പൂജകൾ തുടരുകയാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, രാവിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ഇനി വൈകിട്ടാണ് കലാപരിപാടികൾ തുടങ്ങുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ദേവിയെ കാപ്പുകെട്ടി തോറ്റംപാട്ട് പാടി കൊടിയിരുത്തിയതോടുകൂടി ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ വിശേഷാൽ പൂജകൾ, ആ പൂജയ്ക്ക് ശേഷമായിരുന്നു ക്ഷേത്രത്തിന്റെ പ്രധാന നടയ്ക്ക് മുൻപിലായി തയ്യാറാക്കിയിട്ടുള്ള പച്ചപ്പന്തലിൽ ഇത്തരത്തിൽ ചിലപ്പതികാരത്തിലെ കണ്ണകി ചരിതത്തിന്റെ ആദ്യ ഭാഗങ്ങൾ തോറ്റംപാട്ടുകാർ പാടിയത്. ആ പാട്ടുപാടി തീർന്നതോടുകൂടി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്ന അഗ്നി പ്രത്യേക വിളക്കിൽ പകർന്നതോടുകൂടി ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. വീണ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചലച്ചിത്ര താരം നമിത പ്രമോദാണ്. ആ ചടങ്ങിൽ വെച്ച് പത്മശ്രീ ജേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർക്ക് ഇത്തവണത്തെ ക്ഷേത്രത്തിന്റെ അംബ പുരസ്കാരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ വകയും ദേവിയുടെ പേരിൽ അറിയപ്പെടുന്ന പുരസ്കാരം സമ്മാനിക്കുകയും ചെയ്യും. ഇനി 10 നാൾ ആറ്റുകാൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം, അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഉത്സവ നാളുകളാണ്. വരുന്ന 13-ാം തീയതിയാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കാൻ പോകുന്നത്. രാവിലെ 10:15 മാർച്ച് 13 പൊങ്കാല മഹോത്സവത്തിന് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ കരുതലുകളൊക്കെ ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്നുണ്ട്. പോലീസിന്റെ പ്രത്യേക സുരക്ഷ ഒരുക്കുന്നുണ്ട്. 700-ലധികം വനിതാ പോലീസുകാർ ഉൾപ്പെടെ 5000-ലധികം പോലീസുകാരെയാണ് ഇത്തവണ സുരക്ഷയ്ക്കായി മാത്രം ക്ഷേത്രത്തിൽ വിന്യസിച്ചിട്ടുള്ളത്. ഈ മണിക്കൂറിലും ക്ഷേത്രത്തിൽ ദേവി ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ശാലിനി.